CPM-ന് RSS-ഉമായി ബന്ധമുണ്ടാക്കണമെങ്കിൽ സർസംഘചാലകവുമായി നേരിട്ടാകുമെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന പ്രതിപക്ഷത്തിന് മൂർച്ചയേറിയ ആയുധമാകും. സംസ്ഥാനത്ത് CPM BJP അന്തർധാരയുണ്ടെന്ന കോൺഗ്രസിന്റെ ആരോപണം ശക്തിപ്പെടുത്തുന്നതായി ഗോവിന്ദന്റെ ഈ വാക്കുകൾ. പോലീസ് പരാജയത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലായിരിക്കെ സമരരംഗത്തിറങ്ങാത്ത BJPയുടെ നിലപാട് ആരോപണങ്ങൾക്ക് ഇന്ധനം പകരും. മുഖ്യമന്ത്രിക്ക് വേണ്ടി BJP-യുമായിട്ടോ RS-ഉമായിട്ടോ ഡീലുണ്ടാക്കാൻ വേണ്ടി ഒരാളെയും ഞങ്ങൾക്ക് അയക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഡീലുണ്ടാക്കുന്ന മോഹൻ ഭഗത്തുമായിട്ട് ഡീലുണ്ടായിക്കൂടെ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തുടർഭരണം മുതൽ CPM-നും BJP-ക്കുമെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന രാഷ്ട്രീയ ആരോപണമാണ് അന്തർധാര. കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി UDF-നെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ BJP CPM-നെ സഹായിക്കുന്നുവെന്ന ആരോപണം. BJP RSS ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയുള്ള പ്ലാൻ എന്ന പ്രചാരണം കോൺഗ്രസ് നിരന്തരം ഉന്നയിക്കുന്നു. തൃശൂരിൽ ADGP MR അജിത് കുമാർ ബോധപൂർവം പൂരം കലക്കിയെന്ന PV അൻവറിന്റെ വെളിപ്പെടുത്തലോടെ സുരേഷ് ഗോപിയുടെ വിജയമുറപ്പിച്ചത് CPM RSS അന്തർധാരയാണെന്ന രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് ശക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ വാക്കുകൾ. അങ്ങനെ ഡീലുണ്ടാക്കുന്ന മോഹൻ ഭഗത്തുമായിട്ട് ഡീലുണ്ടായിക്കൂടെ? ഇവര് ഈ അസിസ്റ്റന്റ് കാണേണ്ട വന്ത് കാര്യമുള്ളൂ. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയമില്ലല്ലോ. അതായത് CPM ധാരണ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ RSS തലവനായ സർസംഘചാലകുമായി നേരിട്ട് സാധിക്കുമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് RSSന്റെ ചോട്ടാ നേതാക്കളുടെ ആവശ്യമില്ലെന്ന് കൂടി പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ ബന്ധം ദൃഢമാണെന്ന് കൂടിയുള്ള വ്യാഖ്യാനത്തിന് വഴിവെക്കുന്നു. പ്രതിപക്ഷത്തിന്റെ അന്തർധാര ആരോപണം എല്ലായ്പ്പോഴത്തെയും പോലെ പൂരം കലക്കൽ ആരോപണത്തിന്റെ കാര്യത്തിലും CPM പുച്ഛിച്ചു തള്ളുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയ സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോഴും വിഷയം ഏറ്റെടുക്കാനുള്ള BJPയുടെ വൈമുഖ്യം കാണുമ്പോൾ അന്തർധാര ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നിപ്പോകും. ADGPക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഗുരുതര ആരോപണം ഉയർന്നിട്ടും BJPയോ പോഷക സംഘടനകളോ സമരരംഗത്തില്ല. പ്രസ്താവന യുദ്ധങ്ങൾ മാത്രമാണ്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തെരുവിൽ യുദ്ധത്തിലാണ്. BJPയുടെ മൃദുസമീപനം പാർട്ടി അണികൾക്കിടയിൽ ചർച്ചയുമാണ്. കാരണം സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ BJP കാട്ടിയ സമരവീര്യം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിനാൽ അന്തർധാര ആരോപണം മറികടക്കാൻ BJP യുവമോർച്ചയെ സമരത്തിനിറക്കുകയാണ്. അതും ഇനിയും 2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന പഴഞ്ചൊല്ലു പോലെയുള്ള BJPയുടെ രാഷ്ട്രീയ അഭ്യാസം കോൺഗ്രസിന്റെ അന്തർധാര ആരോപണത്തിന് കൂടുതൽ കരുത്തു പകരും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.